ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള ജാതിക്ക വെച്ചിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കേടാവാതെയും നല്ല ടേസ്റ്റോടും കൂടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വായോ, നമുക്ക് ജാതിക്ക പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ താഴെ വീണ് കിടക്കുന്ന ജാതിക്കൊന്നും എടുക്കണില്ല. ഇതേപോലെ നല്ല മൂത്തിട്ടുള്ള ജാതിക്ക മരത്തുമേന്ന് നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ജാതിക്ക അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിവിടെ ജാതിക്കയെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരു നമുക്ക് മാറ്റാം. കുരു നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. നമുക്കിതിൻ്റെ തൊണ്ട് മാത്രമാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനിവിടെ 10 ജാതിക്കയുടെ തൊണ്ടാണ് എടുത്തിട്ടുള്ളത്. ജാതിക്കയുടെ തൊണ്ടിന് നല്ല ചവർപ്പും നല്ല പുളിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചവർപ്പ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തിളച്ച വെള്ളത്തിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്നിട്ട് ഇളക്കി കോരി മാറ്റി വയ്ക്കുകയാണ് ചെയ്യണത്. കൂടുതൽ സമയം തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇത് ഇട്ട് വയ്ക്കരുത്. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് കോരി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഇതേപോലെ ചെറുതായിട്ടാണ് നുറുക്കിയെടുക്കണത്. ഇപ്പം നമ്മൾ എല്ലാതും നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് 2 ടീസ്പൂൺ ഉലുവ ഒരു പാത്രത്തിലിട്ട് ചൂടാക്കിയെടുക്കാം. 2 ടീസ്പൂൺ കടുകും നമുക്ക് ചൂടാക്കിയെടുക്കാം. ചൂടായി പൊട്ടി വരുന്നുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് കായമാണ്. കായം എപ്പോഴും കായത്തിൻ്റെ പൊടി ഇടുന്നതിനേക്കാളും നല്ലത് കായ ഇതേപോലെ വറുത്ത് നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ഇത് കായം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പൊടിച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നല്ലെണ്ണയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അച്ചാറുണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് എപ്പോഴും നല്ലത്. കേടാവാതിരിക്കാനും നല്ലെണ്ണയാണ് നല്ലത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ജാതിക്കത്തൊണ്ട് നമുക്ക് ഇതിൽ ചേർത്ത് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ ഇത് നന്നായി തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയും ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മളിത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചെറിയ ചൂടിൽ മാത്രമാണ് നമ്മളിവിടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ എരിവ് താല്പര്യമുള്ളവരാണെങ്കിൽ മുളക് പൊടി 1-2 ടീസ്പൂൺ കൂട്ടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുക്, ഉലുവ, കായം. ഇത് മൂന്നും കൂടി നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്ക് ഇതിൽ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കാം. പക്ഷേ ഇതിൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൊറുക്കയും കൂടിയും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്രേവി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ചൊറുക്ക ഒഴിച്ച് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളച്ച് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഈ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കറക്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പുളി കൂടുതലാണെന്ന് തോന്നണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള ജാതിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അച്ചാർ കുപ്പിയിലാക്കിയിട്ട് ചൂടാക്കിയ എണ്ണ ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.